എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ നവംബർ 12-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അങ്ങനെ കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. ധനകാര്യ, വനിതാ, ശിശു വികസന വകുപ്പുകളാണ് സംയുക്തമായിട്ട് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കും പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കും. 35 മുതൽ 60 വയസ്സുവരെയുള്ള AAY മഞ്ഞ റേഷൻ കാർഡ്, PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട BPL വിഭാഗക്കാർക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല എങ്കിലും പദ്ധതിയുടെ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. അപേക്ഷ വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ തുടങ്ങും. പൊതു മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്തേത്, അപേക്ഷകർ മറ്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കൾ അല്ലാത്തവരും അന്ത്യോദയ, അന്നയോജന, AAY മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം, PHH പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ട 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വുമണോ ആയിരിക്കണം. പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ആനുകൂല്യം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. സംസ്ഥാനത്തെ സ്ഥിര താമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുക. നാലാമതായി, പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം 1000 രൂപ ആയിരിക്കും. അഞ്ചാമതായി, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ തരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. സംസ്ഥാനത്ത് നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പദ്ധതികളിൽ, സർവകലാശാലകളിൽ, മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിര അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം ലഭിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതെയാകുന്നതാണ്. നിലവിലുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ ഏതെങ്കിലും കാരണവശാൽ നീല, വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റപ്പെടുന്ന പക്ഷവും പദ്ധതിയുടെ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതെയാകുന്നതാണ്. ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ ഗുണഭോക്താക്കളും പദ്ധതിയുടെ മാനദണ്ഡ പരിധിയിൽ വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ്. ഗുണഭോക്താവ് 1 മാസമോ അതിൽ അധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം. ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എങ്കിൽ അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുകയുടെ 18% പലിശ സഹിതം തിരിച്ച് ഈടാക്കുന്നതാണ്. ഗുണഭോക്താവിന് ക്ഷേമ പെൻഷനുകളെ പോലെ തന്നെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിന്റെ പകർപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ എന്തായാലും പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഉടനെ ക്ഷണിക്കുന്നതാണ്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി എന്നുള്ളത് തന്നെ ആശ്വാസമാണ്. പദ്ധതി ഈ ഡിസംബർ 1 മുമ്പെങ്കിലും ഈ ഒരു തുകയുടെ വിതരണം ആരംഭിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ പദ്ധതിയുടെ അപേക്ഷ തുടങ്ങുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നേക്കാം എന്ന്. പക്ഷേ അതില്ല, വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ല. പകരം വയസ്സ് തെളിയിക്കുന്നതിന് 4 രേഖകളാണ് പറയുന്നത്. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഈ 4-ൽ ഏതെങ്കിലും ഒരു രേഖ വേണം. ഇത് ഇല്ല എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിനൊപ്പം വെക്കണം. പദ്ധതിയുടെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ കൃത്യമായിട്ട് ആ വിവരവും നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ അറിയിപ്പ് ഈ ചാനലിലൂടെയാണ്. സംസ്ഥാനത്ത് ഇലക്ഷന് മുമ്പ് 2 ആനുകൂല്യങ്ങളാണ് വരാൻ പോകുന്നത്.
കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് 5600 രൂപയാണ് വീടുകളിൽ എത്തുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2 മാസത്തേതും കേന്ദ്ര വിഹിതമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി അത് ഈ മാസം, അതായത് നവംബർ അവസാന മാസമാണ് 21ാം ഗഡുവിന്റെ, ആ തുകയുടെ വിതരണവും ഉണ്ടാകും. ഈ മാസം തന്നെയായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക. വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ മാസം 20-ന് വിതരണം ചെയ്യും എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഇലക്ഷൻ ഒരാഴ്ചയെങ്കിലും നീണ്ടിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതിനു മുമ്പ് ഇലക്ഷൻ നടക്കും എന്നായിരുന്നു സർക്കാരിന്റെ അനുമാനം. അതുകൊണ്ടാണ് 20-ാം തീയതി വിതരണം ചെയ്യും എന്ന് പറഞ്ഞത്. ഇലക്ഷൻ നീണ്ടത് കൊണ്ട് തന്നെ 10 ദിവസത്തോളം പറഞ്ഞതിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണം നീണ്ടേക്കാം. 28-ാം തീയതിയോ 27-ാം തീയതിയോ ആയിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുക. ക്ഷേമ പെൻഷൻ ഡിസംബർ 9-ന് മുമ്പ് എല്ലാവർക്കും എത്തിച്ചേരുന്നതുമാണ്. വർദ്ധിപ്പിച്ച പെൻഷൻ 2000 രൂപ, ഒരു പെൻഷൻ കുടിശ്ശിക 1600 രൂപ, ഇവ രണ്ടും ചേർത്ത് 3600 രൂപ ലഭിക്കും. ഇതോടൊപ്പമാണ് കേന്ദ്ര സർക്കാരിന്റെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനത്തെ 34 ലക്ഷത്തോളം ആളുകൾക്ക് 2000 രൂപ വിതരണം നടക്കുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു. വർഷത്തിൽ 3 ഗഡുക്കളായി 6000 രൂപയാണ് PM കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നത്. 21ാമത്തെ ഗഡു 4 സംസ്ഥാനങ്ങളിൽ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിതരണം ദീപാവലിക്ക് മുമ്പ് പ്രതീക്ഷിച്ചിരുന്നു. ശേഷം ബീഹാർ ഇലക്ഷന് മുമ്പെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും തുക വിതരണം ഉണ്ടായില്ല. ബീഹാർ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അവസാനിച്ചതിന് ശേഷമായിരിക്കും ഇനി തുക വിതരണം ഉണ്ടാകുക. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പദ്ധതിയിലേക്കുള്ള തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലെത്തും. 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് എങ്കിൽ 34 ലക്ഷം ആളുകൾക്കാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക കേരളത്തിൽ ലഭിക്കുന്നത്. രാജ്യത്ത് ആകെ 9 കോടിയോളം ആളുകൾക്കാണ് 2000 രൂപ വീതം ക്രെഡിറ്റ് ആകുന്നത്. എന്തായാലും ഈ 2 തുകയും 10-15 ദിവസത്തിനുള്ളിൽ തന്നെ എത്തി തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. 5600 രൂപയാണ് രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കുക. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഇന്ന് ഒറ്റയടിക്ക് 1800 രൂപയാണ് പവന് കൂടിയത്. ഇന്ന് 2025 നവംബർ 11-ാം തീയതി ചൊവ്വാഴ്ച ഗ്രാമിന് 225 രൂപ കൂടി 11,575 രൂപയും പവന് 1800 രൂപ കൂടി 92,600 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ.